എന്നാണ് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത്? നവംബർ 14-ന്. ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം എന്നാണ്? 1889 നവംബർ 14-ന്. എവിടെയാണ് നെഹ്റു ജനിച്ചത്? ഉത്തർപ്രദേശിലെ അലഹാബാദിൽ. ജവഹർലാൽ നെഹ്റുവിൻ്റെ തൂലികാനാമം ചാണക്യൻ. അലഹാബാദിൻ്റെ പുതിയ പേരെന്ത്? പ്രയാഗ് രാജ്. ലോക ശിശുദിനം എന്നാണ്? നവംബർ 20-ന്. കുട്ടികൾ നെഹ്റുവിനെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരെന്ത്? ചാച്ചാജി. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേരെന്ത്? മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത്? സ്വരൂപ റാണി. നെഹ്റുവിൻ്റെ ഭാര്യ ആരായിരുന്നു? കമല കൗൾ. ആരായിരുന്നു നെഹ്റുവിൻ്റെ ഏകമകൾ? ഇന്ദിരാഗാന്ധി. കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിൻ്റെ ഭരണകാലഘട്ടം 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെ. നെഹ്റു ആദ്യമായി പ്രധാനമന്ത്രിയായ വർഷം 1947 ഓഗസ്റ്റ് 15. UN ജനറൽ അസംബ്ലിയുടെ ആദ്യ വനിതാ അധ്യക്ഷയായ നെഹ്റുവിൻ്റെ സഹോദരി ആര്? വിജയലക്ഷ്മി പണ്ഡിറ്റ്. 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെൻറ്റിലെ ദർബാർ ഹാളിൽ നെഹ്റു നടത്തിയ പ്രസംഗം, വിധിയുമായുള്ള കൂടിക്കാഴ്ച. നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത്? 1912 ബന്ദിപ്പൂർ സമ്മേളനം. ഭയത്തിൻ്റെയും വെറുപ്പിൻ്റെയും മേൽ വിജയം നേടിയ മനുഷ്യൻ എന്ന് നെഹ്റുവിനെ പറ്റി പറഞ്ഞത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. അന്തർദേശീയ ശിശുദിനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോൻ. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജവഹർ എന്ന അറബി പദത്തിൻ്റെ അർത്ഥമെന്ത്? അമൂല്യമായ രത്നം. നെഹ്റു വിദ്യാഭ്യാസ ആവശ്യപ്രകാരം എത്രാമത്തെ വയസ്സിലാണ് ഇംഗ്ലണ്ടിലേക്ക് പോയത്? 16-ാമത്തെ വയസ്സിൽ. ഇന്ത്യയുടെ രത്നം എന്ന് നെഹ്റുവിനെ വിശേഷിപ്പിച്ച സംസ്ഥാനം മണിപ്പൂർ. ഏഷ്യാറ്റിക് ഗെയിംസിന് ഏഷ്യൻ ഗെയിംസ് എന്ന പേര് നൽകിയത് ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റു ട്രോഫി വള്ളം കളിയുടെ പഴയ പേരെന്താണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഗാന്ധി സിനിമയിൽ നെഹ്റുവിൻ്റെ കഥാപാത്രം ചെയ്ത നടൻ ആര്? റോഷൻ സെത്ത്. നെഹ്റു അധ്യക്ഷത വഹിച്ച ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം ഏത്? ലാഹോർ സമ്മേളനം. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം 1955. ഇന്ത്യയെ കണ്ടെത്തൽ ഡിസ്കവറി ഓഫ് ഇന്ത്യ ആരുടെ കൃതിയാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രശസ്തമായ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിട്ടുള്ളത്? കമല നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ വിദേശ നയം ഏത് പേരിൽ അറിയപ്പെടുന്നു? ചേരിചേരാ നയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയുടെ ആമുഖം. നെഹ്റുവിൻ്റെ വിവാഹം നടന്ന വർഷം 1916. നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ, എവിടെ വെച്ച്? 1916 ലക്നൌവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ജയിൽ ജീവിതകാലത്ത് നെഹ്റു മകൾ ഇന്ദിരയ്ക്ക് എഴുതിയ കത്തുകളുടെ സമാഹാരം ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്ത സാഹിത്യകാരൻ ആര്? മുൻഷി പ്രേംചന്ദ്. ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ നെഹ്റു ഏത് കോടതിയിലാണ് പ്രാക്ടീസ് തുടങ്ങിയത്? അലഹാബാദ് കോടതിയിൽ. ജവഹർലാൽ നെഹ്റുവും അച്ഛനും ചേർന്ന് 1919 ആരംഭിച്ച വാർത്താപത്രമേത്? ഇൻഡിപെൻഡൻറ്റ്. നെഹ്റു എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? കനാൽ. നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം 1921. 1940 ഗാന്ധിജി ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിൽ രണ്ടാമതായി തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആര്? ജവഹർലാൽ നെഹ്റു. നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ താമസിച്ചിരുന്ന വീട്? തീൻമൂർത്തി ഭവൻ. നെഹ്റുവിൻ്റെ സ്മരണയിൽ ഇന്ന് മ്യൂസിയമായി സംരക്ഷിക്കപ്പെടുന്ന സ്ഥലം? തീൻമൂർത്തി ഭവൻ. അലഹബാദ് നഗരസഭയുടെ തലവനായി നെഹ്റു തിരഞ്ഞെടുക്കപ്പെട്ട വർഷം 1925.
നെഹ്റു ബിരുദമെടുത്ത കോളേജ് ഏത്? കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജ്. ഇന്ത്യയെ കണ്ടെത്തൽ, വിശ്വചരിത്ര അവലോകനം എന്നീ ഗ്രന്ഥങ്ങൾ നെഹ്റു എഴുതിയത് എവിടെ വെച്ചാണ്? ജയിലിൽ വെച്ച്. ആ ദീപം പൊലിഞ്ഞു എന്ന് നെഹ്റു പറഞ്ഞത് ആരുടെ മരണത്തെക്കുറിച്ചാണ്? ഗാന്ധിജിയുടെ. ജവഹർലാൽ അമർ ഹോ എന്ന മലയാള കവിത രചിച്ചത് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട്. നെഹ്റു ആകെ തടവിൽ കഴിഞ്ഞ കാലം 3276 ദിവസം. നെഹ്റുവിൻ്റെ പത്നി കമല അന്തരിച്ച വർഷമേത്? 1936 ഫെബ്രുവരി 28. കമല നെഹ്റു അന്തരിച്ചത് എവിടെ വെച്ചാണ്? സ്വിറ്റ്സർലൻഡിൽ. കോൺഗ്രസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം 1942 ഓഗസ്റ്റ് 8. ജപ്പാനിലെ കുട്ടികളുടെ ആവശ്യപ്രകാരം നെഹ്റു അയച്ചു കൊടുത്ത ആനക്കുട്ടിയുടെ പേര്? ഇന്ദിര. നെഹ്റു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാർട്ടൂണിസ്റ്റ് ആരായിരുന്നു? ശങ്കർ. ജവഹർലാൽ നെഹ്റുവിനെ എത്ര കടുത്ത ഭാഷയിൽ വേണമെങ്കിലും വിമർശിക്കാം, ചിത്രങ്ങൾ വരച്ച് കളിയാക്കാം, അതിൽ എനിക്കൊരു അപകടവുമില്ല. ആരുടേതാണ് വരികൾ? കാർട്ടൂണിസ്റ്റ് ശങ്കറിൻ്റേത്. ജവഹർലാൽ നെഹ്റു തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈ. തുടർച്ചയായി 3 പഞ്ചവത്സര പദ്ധതികളിൽ അധ്യക്ഷം വഹിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന് പ്രാഥമിക വിദ്യാഭ്യാസം നൽകിയ അധ്യാപകൻ്റെ പേര്? ഫെഡറിക് ബ്രൂക്ക്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ജവഹർലാൽ നെഹ്റു പഠിച്ച ഇംഗ്ലണ്ടിലെ സ്കൂൾ ഏത്? ഹാരോ. ഇന്ത്യയുടെ ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് ഏത് വർഷം? 1950 മാർച്ചിൽ. പഞ്ചശീല തത്വങ്ങൾ നെഹ്റു ഒപ്പുവെച്ചത് ഏതു ചൈനീസ് പ്രധാനമന്ത്രിയുമായിട്ടാണ്? ചൗ ഇൻലായ്. ജവഹർലാൽ നെഹ്റു എത്ര തവണ ജയിലിൽ പോയിട്ടുണ്ട്? 9 തവണ. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച 9000 ഇന്ത്യക്കാരുടെ സ്മരണയ്ക്കായി ഡൽഹിയിൽ നിർമ്മിച്ച ശിലാസ്മാരകമേത്? ഇന്ത്യ ഗേറ്റ്. കുട്ടികൾ കഴിഞ്ഞാൽ നെഹ്റു ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത് എന്തിനെയായിരുന്നു? വളർത്തുമൃഗങ്ങളെ. നെഹ്റു വളർത്തിയ മൃഗങ്ങളിൽ വെച്ച് നെഹ്റുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ജീവി ഏതായിരുന്നു? പാണ്ട. താൻ വളർത്തിയ കരടിക്കുട്ടിയായ പാണ്ടയ്ക്ക് നെഹ്റു നൽകിയ പേരെന്ത്? ഭീംക. 1938 ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രം? നാഷണൽ ഹെറാൾഡ്. സുപ്രധാനമായ തീരുമാനങ്ങളെടുക്കുമ്പോൾ നെഹ്റു തൻ്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പ്രതിമയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ആരുടേതാണ് ഈ പ്രതിമ? എബ്രഹാം ലിങ്കൺ. ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് എന്ന്? 1964 മെയ് 27. ജവഹർലാൽ നെഹ്റുവിൻ്റെ സമാധി സ്ഥലം? ശാന്തി ഭവനം.